സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ 27 വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ താമരയുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. അടിച്ച് കയറുകയാണ് BJP. എങ്ങനെ നമുക്ക് ഇതിനെ വിലയിരുത്താം? എക്സിറ്റ് പോളുകളൊക്കെ BJPക്ക് അനുകൂലമായിരുന്നു. തകർന്നടിയുകയാണ് കോൺഗ്രസ്. ഒരു തരത്തിലും മുന്നേറാൻ കഴിയുന്നില്ല. ഡൽഹിയിൽ 15 വർഷത്തോളം ഭരിച്ച തലസ്ഥാനത്തിൽ ഒരു സീറ്റിൽ 2 സീറ്റിലൊക്കെയാണ് കോൺഗ്രസ് ഇങ്ങനെ പോകുന്നത്. ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥയും അത് തന്നെയാണ്. പക്ഷേ 27 വർഷത്തിന് ശേഷം BJP ഇത്രയും വലിയൊരു കുതിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അടിയിലുള്ള പ്രവർത്തനം, അടിത്തട്ടിലുള്ള ഒരു പ്രവർത്തന മികവ് എത്ര വലുതായിരിക്കണം എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇത് രാജ്യ തലസ്ഥാനത്ത് നിന്ന് കാണിക്കുന്ന സൂചന എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ ഈ BJPയുടെ തേരോട്ടം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന കൂടിയാണ്. ഇപ്പം ആം ആദ്മി ജനിച്ച മണ്ണിൽ തന്നെ മരിച്ചു വീഴാൻ പോവുകയാണ്. ഡൽഹിയാണല്ലോ അവരുടെ പിറവി. അവിടെ നിന്ന് പഞ്ചാബിലേക്ക് പോയി മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ വേരൂന്നാനുള്ള ശ്രമം നടത്തി. ഗോവയിൽ അതിശക്തമായി പണം ഉപയോഗിച്ചുകൊണ്ട് വേരൂന്നാനുള്ള ശ്രമം നടത്തിയതാണ് മദ്യനയ അഴിമതി. അതിൽ കേജ്രിവാള് അടിപതറുകയും ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയും മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറിയാലും അദ്ദേഹം തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, അത് വേറെ കാര്യം. പിന്നെ ആഡംബര വസതി നിർമ്മിക്കുന്നു. ഇതിനെല്ലാം കിട്ടിയ കനത്ത തിരിച്ചടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, ഏറ്റവും വലിയ അഭിമാന പോരാട്ടം. കാരണം 2014-ലും 2019-ലും 2024-ലും നരേന്ദ്രമോദി സർക്കാർ ഭരണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യ തലസ്ഥാനം കാൽച്ചുവട്ടിലെ മണ്ണ് ആം ആദ്മിയുടെ അടുക്കലേക്ക് പോയതിൽ അവർ ലജ്ജിതരായി നിൽക്കുകയായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ അമിത്ഷാ മോദി തന്ത്രം ഫലപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഏതാണ്ട് ഒരു 49 ഇടങ്ങളിൽ BJP ലീഡാണ്. ആകെ 70 സീറ്റാണുള്ളത്. ഈ 70 സീറ്റുള്ളിടത്ത് 49 ഇടം കോൺഗ്രസ് 2 ഇടത്ത് നിൽക്കുന്നുണ്ട്. 2015 മുതൽ കോൺഗ്രസ് അവിടെ സംപൂജ്യരാണ്, ഒരു സീറ്റുമില്ലാതെ നിൽക്കുകയാണ്. ഈ ഫലത്തിനകത്തൂടെ വേറൊരു കാര്യം കൂടെ സംഭവിക്കാൻ പോവുകയാണ്. ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണി സഖ്യം തകർന്നടിയാൻ പോവുകയാണ്. ഇന്ത്യ മുന്നണി സഖ്യം വേറിട്ടാണ്, പിന്നെ പല ഛിന്ന ഭിന്നമായിട്ടാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ഒരു ഘടകകക്ഷിയാണ് ആം ആദ്മി. ആം ആദ്മി ഒരു തരത്തിൽ മത്സരിക്കുന്നു, ഈ കോൺഗ്രസ് വേറൊരു തരത്തിലും മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് മാറി മറിയും. ഇതിപ്പം വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് ആരംഭിച്ച വോട്ടെണ്ണലാണ്. 11 മണിയാകുമ്പോഴത്തേന് ചിത്രം കൃത്യമാകും. ഇപ്പൊ 50 സീറ്റില് ആം ആദ്മി ലീഡ് ചെയ്തു, BJP ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 18 ഇടങ്ങളില് ഇവരാണ് നിൽക്കുന്നത്, ആദ്മി. അത് മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. 2 ഇടത്ത് കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. അതിനും മാറ്റം സംഭവിക്കും. കോൺഗ്രസിന്റെ മേൽവിലാസം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ പോവുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇപ്പൊ പലയിടങ്ങളിലും BJP ലീഡ് ചെയ്യുന്ന ഏതാണ്ട് ഒരു 10-11 മണ്ഡലങ്ങളിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ഇടങ്ങളിൽ കൂടിയാണ്. അവിടെയാണ് നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടത്. അതായത് മുസ്ലിം സമുദായത്തിനോട് BJP വളരെ ക്രൂരമായ നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേരളത്തിലെ പുരോഗമനവാദികളും ഫാസിസമാണ് മോദി സർക്കാർ കാണിക്കുന്നത്, ഭരണകൂട ഭീകരതയാണ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്കും കൂടിയുള്ള തിരിച്ചടിയാണ്, മറുപടിയും കൂടിയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ കേരളം തന്നെ എടുത്തു നോക്കിക്കഴിയുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായവും BJPയോടൊപ്പം ചേരും എന്നുള്ളതിൻ്റെ ചേരാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്, വഴി കൂടിയാണ് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് ആം ആദ്മിക്ക് കിട്ടിയിരിക്കുന്ന വലിയ അടിയാണ്. ഇനിയിപ്പോൾ നോക്കിക്കോണം, പഞ്ചാബിലേക്ക് കയറും. BJP അവിടെയാണ് നോട്ടമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് ആ ആദ്മി കയറി വന്നത്. മോദി സർക്കാരിന് ഒരു അല്പം ഭയമുണ്ടായിരുന്നു കേട്ടോ ആ ആദ്മിയില്. കാരണം ഡൽഹി പിടിച്ചു, പഞ്ചാബ് പിടിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ മത്സരിക്കാൻ തയ്യാറെടുക്കുകയൊക്കെ ചെയ്യുന്നു. കേരളത്തിൽ വന്ന ആ ഒരു വർഷം തന്നെ മാത്രമേ നിന്നുള്ളൂ കേട്ടോ.
ഇവര് ചൂലെടുത്ത് വന്നവരാണ്. അഴിമതി നിർമ്മാർജ്ജനം അതാണ് ജനങ്ങളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ ഒരു വലിയ മാറിയത്. പ്രത്യേകിച്ച് കേജ്രിവാളിനെ പോലുള്ള അക്കാഡമിക് തലത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നു. അതൊക്കെയാണ് പുതിയ തലമുറയിലെ ആൾക്കാരെ ആഗ്രഹിക്കുന്നത്. അതൊക്കെ നല്ലതാണ്. കാരണം ഈ പഴയ രാഷ്ട്രീയക്കാരൻ്റെ രീതി മാറി, അതായത് കക്ഷത്തിൽ ഒരു ഡയറിയും വെച്ച് ഇറങ്ങുന്ന ആ ഒരു രീതിയൊക്കെ മാറി വലിയ ഒരു ഹൈടെക് രീതിയിലേക്ക് രാഷ്ട്രീയത്തെ ഒന്ന് മാറ്റിയെടുക്കുന്ന കാഴ്ചയിൽ മാറ്റിയെടുത്തത് കേജ്രിവാളിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് അവരെ ആകർഷിച്ചതെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇത്തരത്തിലുള്ള പറച്ചില് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം അഴിമതിയുടെ രീതിയിലാണ് ഇവർ പോകുന്നത്. കാരണം കേജ്രിവാളിന്റെ വസതി തന്നെ നന്നാക്കാനും അല്ലെങ്കിൽ അത് മോടി പിടിപ്പിക്കാനും 33 കോടിയിലധികം ചെലവാക്കി എന്ന് പറഞ്ഞു. ക്ലോസറ്റ് വരെ ഏകദേശം 12 കോടിയുടെയോ 14 കോടിയുടെയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു എന്താ പറയുക, തൂത്ത് വൃത്തിയാക്കാൻ ചൂരുമായി വന്നവർ തന്നെ ചവറ് കൂട്ടിയിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നിടത്താണ് BJP കൃത്യമായി ഇപ്പൊ തുടങ്ങിയ തന്ത്രമായിരിക്കുമോ സാർ? അല്ല, ഇത് കുറെ നാളുകളായി അടിത്തട്ടിൽ ഇതുള്ള വ്യക്തമാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താന്ന് രാജ്യം മുഴുവൻ പിടിച്ചടക്കണം എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പൊക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിന് ഇത്തരത്തിലുള്ള ചില അഴിമതികളിലൂടെ പണം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ കേജ്രിവാളിന് അഴിമതിയിൽ മുങ്ങിക്കുളിക്കേണ്ടി വന്നു എന്നുള്ളത്. പണ്ട് ആദ്മി വന്ന കാലത്ത് നമ്മൾ പറയും ഇവരെല്ലാം തൊപ്പി വെച്ചുകൊണ്ടാണ് വരുന്നത്. പണ്ട് നമ്മൾ ഒരു ചൊല്ലുണ്ട്, തോറ്റ് തൊപ്പി ഇടുക എന്ന് പറയും. പക്ഷേ ആദ്മി തൊപ്പി വെച്ച് വിജയത്തിലേക്കാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതാണ്ട് അവർക്ക് വലിയ പരാജയമാണ്. ഇനി പഞ്ചാബിൽ അവർക്ക് കിട്ടും, തിരിച്ചടി ഉണ്ടാകും ആദ്മിക്ക്. അപ്പൊ ആദ്മി ജനിച്ച മണ്ണിൽ തന്നെ BJP കുഴിച്ചു മൂടുക എന്ന ചിത്രമാണ് കാണുന്നത്. വലിയ പരാജയം ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. ഇനി അരവിന്ദ് കേജ്രിവാളിന് സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിൽ ആയിരിക്കുമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും രാജ്യ തലസ്ഥാനത്ത് തലയെടുപ്പോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. രാജ്യ തലസ്ഥാനം കാൽക്കീഴിലാക്കി കഴിഞ്ഞപ്പോൾ ഇനി ഇവർക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. അവിടെയൊക്കെ വലിയ മുൻതൂക്കം കിട്ടും. ഇതൊക്കെ കേരളം, തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. മഹാരാഷ്ട്ര BJPയുടെ കൈകളിലേക്ക് അങ്ങ് പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത് ഡൽഹിയിൽ ഇവർക്കൊരു ഇതൊരു മാതൃകയാക്കി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. 70 സീറ്റ് ഉള്ളിടമാണ്. അപ്പോൾ ഈ ഡൽഹി എന്ന് പറയുന്നത് വലിയ രാജ്യതലസ്ഥാനമാണ്. അവിടെ ഈ സൗജന്യ പെരുമഴയൊക്കെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു. ഡൽഹിയിലെ സ്ഥിതി നമ്മൾ നോക്കണം. ഓരോ തവണയും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതായത് 2015 ആം ആദ്മിക്ക് 67 സീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് BJPക്ക് വന്നിട്ട് 3 സീറ്റാണ് അന്ന് ലഭിച്ചത്. BJP വോട്ട് വിഹിതം അന്ന്, അതായത് 2015 32.8% വോട്ടായിരുന്നു. 2020 വന്നപ്പോൾ ആം ആദ്മിക്ക് 62 സീറ്റ് ലഭിച്ചു, BJPക്ക് 8 സീറ്റിലേക്ക്. അപ്പോൾ BJP ഉയർത്തി, അവരുടെ സീറ്റ് ഉയർത്തി, വോട്ട് വിഹിതവും വർദ്ധിപ്പിച്ചു. 32.5% വോട്ടിൽ എത്തുകയും ചെയ്തു. അപ്പൊ എന്തായാലും നമുക്കിനി പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരേണ്ടിയിരിക്കുന്നു. 50 ഇടങ്ങളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. കുതിച്ചു കയറ്റം തന്നെയാണ് BJP.